മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 33-ാം സങ്കീർത്തനം 3-ാം തിരുവാക്യം. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. സങ്കീർത്തകൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഗാനാലാപനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും വിട്ടുകളഞ്ഞ് എന്ത് നിയോഗമായിട്ടാണോ നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, ആ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധി നമ്മൾ ഉയർത്താൻ പോവുകയാണ്. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ നീട്ടി ഈശോ അതിനെല്ലാം ആശീർവദിക്കുന്ന സമയം, നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്ന സമയം ആയിരിക്കുന്നിടത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 10,000ങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ ഭവനങ്ങളായി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്ന സമയം ആഗ്രഹത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് സർവശക്തിയോടെ വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ 1000ങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം, അനുഗ്രഹത്തിന് നദിയായി, കൃപയുടെ നദിയായി, ജീവനദിയായി പരിശുദ്ധാത്മാവ് 10,000ങ്ങളെ വിശുദ്ധീകരിക്കുകയാണ്. എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ വർഷിക്കണമേ, അഭിഷേകം നൽകണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കണമേ. പുതിയ വഴികൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ. പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. ഹല്ലേലൂയ. വരിക വരിക പരിശുദ്ധാത്മാവേ, വാതിൽ തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. കർത്താവേ, പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക വരിക പരിശുദ്ധാത്മാവേ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, 10,000ങ്ങളെ
വർഷിക്കണമേ. അത്ഭുത രോഗശാന്തികൾ, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. Right now, Jesus. Hallelujah, hallelujah. വരിക വരിക പരിശുദ്ധാത്മാവേ. പെയ്യട്ടെ കാറ്റായി മഴയായി, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ ജീവിക്കുന്ന യേശുവിനെ നാമം വിളിച്ച് ഒരു കുടുംബമായി നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. പാപശക്തികള്, രോഗശക്തികള്, ശാപക്കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിന് മുന്നിൽ, കുടുംബങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കർത്താവേ തുറന്നു തരണമേ. പുതിയ വഴികൾ, പുതിയ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. പതിനായിരങ്ങളിൽ, ജനലക്ഷങ്ങളിൽ ഈ അഭിഷേകം തീ പോലെ കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയ കരുതലിനായി, ഇന്നോളം ഞങ്ങളെ കരം പിടിച്ച് പരിപാലിച്ച അവിടുത്തെ അനന്തമായ കാരുണ്യത്തിനായി നന്ദി, നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവ സ്നേഹത്തിൽ അനുദിനം ഞങ്ങൾ എല്ലാവരും വളരുവാൻ അമ്മയുടെ അഭിഷേകത്തിന്റെ കരങ്ങൾ ഞങ്ങൾക്കായി നീട്ടിത്തരണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുടുംബമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അടഞ്ഞ വാതിൽ തുറക്കുന്ന ദൈവം, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവം. ഇന്ന് അനേകം ജീവിതങ്ങൾ വളരെ അസ്വസ്ഥമാണ്. ജീവിതത്തിൽ അടഞ്ഞുപോയ വഴികളെ ഓർത്ത്, അപ്രതീക്ഷിതമായി സംഭവിച്ച ചില തകർച്ചകളെ ഓർത്ത്, പരാജയ ഭാരങ്ങളെ ഓർത്ത്, വിട്ടുമാറാത്ത രോഗങ്ങളും നമ്മളെ നട്ടം തിരിക്കുന്ന അനേകം പ്രതിസന്ധികൾ മൂലം വളരെ ദുഃഖിതരാണ്. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ കർത്താവ് അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. ഈ ഒരു ചിന്ത നമ്മൾ വ്യത്യസ്തരാക്കി മാറ്റും. പ്രവാചകനായ യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു തിരുവാക്യമാണിത്. നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് ആനന്ദം തരുന്ന ദൈവത്തിൻ്റെ വചനം. അവനൊരു വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവനൊരു വാതിൽ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇത് നമ്മുടെ കർത്താവിൻ്റെ സർവാധിപത്യമുള്ള ശക്തിയാണ് കാണിക്കുന്നത്. നമുക്ക് വേണ്ടി കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ആ വാതിൽ അടയ്ക്കാൻ ഒരു പൈശാചിക ശക്തിക്കും മാനുഷിക സ്വാധീനങ്ങൾക്കും സാധ്യമല്ല. ഈ ലോകത്തിലെ 730 കോടി ജനങ്ങൾ വിചാരിച്ചാലും അത് നടക്കത്തില്ല. എന്നാൽ കർത്താവ് ഒരു വാതിൽ അടച്ചാൽ അത് തുറക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം.
എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു തിരുവാക്യമാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് നിങ്ങളെയും ഒരുപാട് സ്വാധീനിക്കും. കർത്താവ് പറയാണ് ഫിൽദൽഫിയ സഭയെ നോക്കിക്കൊണ്ട്, ഇന്ന് ഈ ദൂത് നമ്മോടാണ് കർത്താവ് പറയുന്നത്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഇതാ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. എന്തൊരു വചനമാണിത്! ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ നമുക്ക് തരുന്ന ആലോചന എന്താണ്? ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് മണ്ഡലങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇങ്ങനൊരു വാതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ വചനത്തെ കാക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ അവരെന്നെ പരിഹസിക്കില്ലേ? ഈ കാലഘട്ടത്തിൽ ഇവൻ ചേർന്നവനല്ല, ഇവൻ എന്തൊരു മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞ് പലരും എന്നെ അവഹേളിക്കില്ലേ? അങ്ങനെ മാനുഷിക പ്രീതിക്ക് വേണ്ടി ഇന്ന് പലരും കർത്താവിൻ്റെ വചനത്തെ കോംപ്രമൈസ് ചെയ്യുന്നു. ഇന്ന് പലരും ദൈവവചനത്തെ നെഗ്ലക്റ്റ് ചെയ്യാണ്, ബോധപൂർവം ചവിട്ടിക്കളയുകയാണ്. എന്നാൽ ഫിൽദൽഫിയ സഭയോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ വചനം കാത്തു. ദൈവത്തിൻ്റെ കുഞ്ഞേ, നിന്റെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ വിഷയങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇടപെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബം, നിന്റെ തലമുറ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, നിന്റെ ജീവിതം കൃപയുടെ ജീവിതമായി മാറാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏത് സാഹചര്യത്തിലും മനുഷ്യരെ നോക്കാതെ കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തെ കാക്കുവാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അത്ഭുതത്തിൻ്റെ ജീവിതമായിട്ട് മാറും. ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം ഇതാണ്. അടഞ്ഞുപോയ വാതിലുകളെ കണ്ട്, അടഞ്ഞുപോയ വഴികളെ കണ്ട് എൻ്റെ ജീവിതം വഴിമുട്ടിപ്പോയല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ട് നിരാശയിൽ കഴിയേണ്ട ഒരു വ്യക്തിയല്ല നീ. ഈ ദൈവത്തിൻ്റെ വചനത്തെ കാക്കുവാനുള്ള സമർപ്പണമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഷെക്കേന മിനിസ്ട്രീസിൻ്റെ ഒരു ധ്യാനം കൂടുവാൻ കൊല്ലത്ത് നടക്കുന്നൊരു ധ്യാനം ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അവൻ്റെ അമ്മ നിർബന്ധിച്ചാണ് അവൻ ആ ധ്യാനത്തിന് കടന്നു വന്നത്. 2 ദിവസത്തെ വചന ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞപ്പോൾ ആ രാത്രിയിൽ അവൻ വന്ന് എന്നോട് പറഞ്ഞു, ബ്രദർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ നിനക്ക് പറയാനുള്ളത്? അവൻ എന്നോട് പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിൽ ഇന്ന കമ്പനിയിൽ എൻജിനീയറായി ജോലി ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം. പക്ഷെ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ബ്രദർ, കർത്താവിൻ്റെ നിർമ്മലമായ സുവിശേഷം കേട്ടപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ വിശ്വാസത്തിനെതിരാണ്, അത് കർത്താവിന് യോഗ്യമായതല്ല. ഞാൻ പറഞ്ഞു, നീ എന്താ അങ്ങനെ പറയുന്നത്? എൻജിനീയറായി ജോലി ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ? അവിടെ സംഗതിക്ക് ശരിയാ, പക്ഷേ ഞാൻ ശരിക്കും എൻജിനീയറിംഗ് പാസ്സായിട്ടില്ല, ബിടെക് ഞാൻ പാസ്സായിട്ടില്ല. 2 പേപ്പർ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ അപ്പനും അമ്മയും ചേർന്ന് ലക്ഷങ്ങൾ മുടക്കി ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്, ബിടെക്കിൻ്റെ ഒരു കള്ള സർട്ടിഫിക്കറ്റ്. ഈ കള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് കർത്താവിനെ വേദനിപ്പിക്കുന്നതാണ്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ബ്രദർ, ജോലി നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇനി ഞാൻ ആ ജോലി ചെയ്യുന്നില്ല. ആ കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ കീറിക്കളയാൻ പോവുക. എനിക്ക് ഇവൻ്റെ ആവേശം കണ്ടപ്പോൾ എനിക്കും ഒരു ത്രില്ലായി. ഞാൻ പറഞ്ഞു, എൻ്റെ അനുജ, നീ എടുത്ത തീരുമാനം വളരെ നല്ലതാണ്, പക്ഷേ
ഈ തീരുമാനത്തിനു വേണ്ടി നീ ഒരുപാട് സഹിക്കേണ്ടി വരും. നിന്ദനങ്ങളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വരും. നീ ചിലപ്പോൾ ഒറ്റപ്പെടും. പക്ഷെ പേടിക്കണ്ട, കർത്താവ് കൂടെ ഉണ്ടാകും. നീ വചനം കാക്കുവാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എന്നാ സംഭവിച്ചാലും ഞാൻ ഈ കള്ള സർട്ടിഫിക്കറ്റ് കീറി കളയാൻ പോവുക. 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. അവൻ ആത്മാവിൻ്റെ നിറവോടെ അവൻ്റെ വീട്ടിലോട്ട് മടങ്ങിപ്പോയി. അന്ന് രാത്രി അവൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി. കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ചെറുപ്പക്കാരൻ അവൻ അന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുകയാണ്. അവൻ്റെ അപ്പനും അമ്മയ്ക്കും വലിയ സന്തോഷമായി. ഞങ്ങളുടെ മകൻ പ്രാർത്ഥിക്കുന്നല്ലോ. അവൻ തന്നെ പ്രാർത്ഥന ലീഡ് ചെയ്തു. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അവൻ അവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ഉടനെ അമ്മയും അപ്പനും എന്നെ കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുക. ദൈവമേ, എന്നെ അത്ഭുത പറയുന്നത്. ഇവൻ പറഞ്ഞു, അപ്പനും അമ്മയ്ക്ക് അറിയാലോ, ഞാൻ ബിടെക് പാസ്സായിട്ടില്ല. നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ടാണ് കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ആ സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഞാൻ ചെയ്യുന്ന ഈ ജോലി നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് ഞാൻ ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയാൻ പോവുക. ഇത് കേട്ട വഴിക്ക് അമ്മ പറഞ്ഞു, മോനെ നീ എന്നെ കാണിക്കണേ. അമ്മ 23 ധ്യാന കൂടിയിരിക്കുന്നത്. ഇതാണ് അമ്മയുടെ മാനസാന്തരം. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതിൽ അപ്പൻ്റെ അമ്മയുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട. അവൻ ആ സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞു. അവൻ്റെ ജോലി അവന് നഷ്ടപ്പെട്ടു. 8 മാസം ജോലിയില്ലാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവൻ്റെ സ്വന്തക്കാരും വീട്ടുകാരും പ്രിയപ്പെട്ടവരും നാട്ടുകാരൊക്കെ പറഞ്ഞു, എടാ പൊട്ട, നിന്നെപ്പോലൊരു മരമണ്ടൂസ് ഈ ലോകത്തിലുണ്ട്. ഒരു വചനം കേട്ടു എന്നും പറഞ്ഞ് ഇത്രയും നല്ല ജോലി കളയാൻ നീ ഇതുപോലൊരു മന്ദബുദ്ധിയാണടാ. ഞങ്ങളിന്ന് ധ്യാനം കൂടിയിട്ടുള്ളവരല്ലേ, ഞങ്ങൾ വചനം കേൾക്കുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനെടുത്ത തീരുമാനത്തെ പ്രതി ഇവനെ പരിഹസിക്കാൻ തുടങ്ങി. അവൻ ആ സമയങ്ങളിൽ എന്നെ വിളിച്ചു, ബ്രദർ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ വചനത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് വേണ്ടി കർത്താവ് നിൽക്കും. 8 മാസം കഴിഞ്ഞു. ആ 2 പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ അവൻ എഴുതിയെടുത്തു. അസാധാരണമായ ജ്ഞാനം കർത്താവ് ഈ ചെറുപ്പക്കാരന് കൊടുത്തു. തോറ്റുപോയ ആ 2 പേപ്പറും അത്ഭുതകരമായി നല്ല വിജയം ലഭിക്കുവാൻ കർത്താവ് ഇടവരുത്തി. ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ജെനുവിൻ സർട്ടിഫിക്കറ്റാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയുടെ മണ്ണിൽ തന്നെ ഒരു അമേരിക്കൻ കമ്പനിയിൽ കർത്താവ് അവന് വേണ്ടി മറ്റൊരു വാതിൽ തുറക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിന്റെ മുൻപിൽ ചില വാതിലുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നീ വേദനിക്കണ്ട. നിനക്ക് വേണ്ടി ഒന്ന് തുറക്കാതെ ഉള്ളതടയുവാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. ഒരു പുതിയൊരു ജോലി കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അവൻ ആദ്യം കിട്ടിയിരുന്ന ശമ്പളത്തേക്കാൾ 3 ഇരട്ടി ശമ്പളത്തിൽ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ് പറയുന്നത്, 3 ഇരട്ടി ശമ്പളത്തിൽ ഒരു പുതിയ ജോലി നൽകി കർത്താവ് ആ ചെറുപ്പക്കാരനെ അനുഗ്രഹിച്ചു. അവൻ അത്യാവശ്യം നന്നായി പാട്ട് പാടും. അവൻ സൗദി അറേബ്യയിൽ ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം മ്യൂസിക് മിനിസ്ട്രിയിലൂടെ കർത്താവിൻ്റെ സ്നേഹം അനേകർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഞാനിത് പങ്കുവെച്ച് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ദൈവം ആ വാതിൽ തുറന്നത്? അവൻ കർത്താവിൻ്റെ വചനത്തെ കാത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാമത്തെ തിരുവാക്യം. എന്താണ് കർത്താവ് പറയുന്നത്? ഞാൻ നിനക്ക് മുൻപേ പോയി മലകളെ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിച്ചു കളയും. ഒരു പ്രതികൂലത്തെ നമ്മൾ ഭയപ്പെടേണ്ട, ഒരു പ്രതിസന്ധികളെ ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ട. നമുക്ക് വേണ്ടി ആരെല്ലാം കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നുവോ അവർക്ക് വേണ്ടി മലകളെ നിരപ്പാക്കുവാൻ, പിച്ചളവാതിലുകളെ തകർത്തു കളയുവാൻ, ഇരുമ്പോടാമ്പൽ ഒടിച്ചു കളയുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. അപ്പോസ്തലനായ പൗലോസ് ഇതേ സാക്ഷ്യം സഭയ്ക്ക് നൽകുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 9-ാം വചനത്തിൽ അവിടെ പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്, കർത്താവ് എനിക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ
തുറന്നു തന്നിരിക്കുന്നു. ഫലപ്രദമായൊരു വാതിൽ എനിക്കായി കർത്താവ് തുറന്നിരിക്കുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെ അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ കർത്താവിന് കഴിയുമെന്നുള്ള ബോധ്യമുണ്ടാകണം. ഇത് പറയുമ്പോൾ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അമേരിക്കയിലുണ്ടായിരുന്ന കുറേ വർഷങ്ങൾക്ക് മുൻപ് ടോമി ഹിഗ്സ് എന്ന് പറയുന്ന ഒരു മിഷണറി, അദ്ദേഹം കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു രാത്രിയിൽ കർത്താവ് അദ്ദേഹത്തെ വിളിച്ചു. ടോം, നീ അർജന്റീനയിലോട്ട് പോവുക, അവിടെ എൻ്റെ മിഷൻ നീ നിർവഹിക്കുക, അവിടുത്തെ ജനത്തോട് എൻ്റെ സുവിശേഷം നീ അറിയിക്കുക. ടോമി ഹിഗ്സ് പറഞ്ഞു, ഓ ലോർഡ്, എൻ്റെ കർത്താവേ, അർജന്റീന അന്ന് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്നൊരു കാലഘട്ടമായിരുന്നു. മിഷണറിമാർക്ക് അവിടെ പ്രവേശിക്കാൻ ആ കാലഘട്ടത്തിൽ വേണ്ട വിധം അനുവാദമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തു ചെയ്യും? അന്ന് അർജന്റീനയെ ഭരിച്ചിരുന്ന, അർജന്റീനയുടെ സർവാധിപതിയായിരുന്നു ജോൺ പെറൂന എന്ന് പറയുന്ന രാജാവ്. കർത്താവ് പറഞ്ഞു, നീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക, ഞാൻ പറയുന്ന ആലോചന നീ അദ്ദേഹത്തെ അറിയിക്കുക. കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഈ മിഷണറി അർജന്റീനയിലേക്ക് യാത്രയായി. അദ്ദേഹം ജുവാൻ പെറൂനയെ കണ്ടു. യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജുവാൻ പെറൂന പറഞ്ഞു, അതിന് തെളിവെന്താണ്? നിന്റെ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അതിനുള്ള തെളിവെന്താണ്? ഇത് പറഞ്ഞേ അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം തൻ്റെ ആ പുറങ്കുപ്പായങ്ങ് ഊരിക്കളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും ഈ വയറിൻ്റെ ഭാഗത്തെല്ലാം വലിയ പരു, അതിങ്ങനെ പൊട്ടി ഒലിച്ച് ദുർഗന്ധം വമിക്കുകയാണ്. ജുവാൻ പെറൂന ചോദിച്ചു, നിന്റെ യേശുവിനെ ഇത് സുഖപ്പെടുത്താൻ പറ്റുമോ? ടോമി ഹിഗ്സ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ കർത്താവ് ഓൾമൈറ്റിയാണ്, അവൻ അസാധ്യമായി ഒന്നും തന്നെയില്ല. ഈ മിഷണറി ആ വ്രണബാധിതമായ ആ ഭാഗത്ത് കരങ്ങൾ വെച്ച് യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ രോഗം വിട്ടുമാറട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. നമുക്കറിയാം, യേശുവിൻ്റെ നാമം സൗഖ്യത്തിൻ്റെ നാമമാണ്, അത് അത്ഭുതത്തിൻ്റെ നാമമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൗഖ്യത്തിൻ്റെ ആത്മാവായി അവിടെ പരിവർത്തിച്ചു. ആ സ്പോട്ടിൽ വ്രണങ്ങളെല്ലാം കരിഞ്ഞു പോവുകയാണ്. ജോൺ പെറൂന അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ടോമി ഹിഗ്സിനെ ഇങ്ങനെ മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, നിന്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവൻ ഏകരക്ഷകനായി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുന്നു. ഇത് പറഞ്ഞിട്ട് ജുവാൻ പെറൂന പറഞ്ഞു, അർജന്റീനയുടെ വാതിലുകൾ കർത്താവിൻ്റെ സുവിശേഷത്തിനായി ഞാൻ തുറന്നു തന്നിരിക്കുന്നു. അർജന്റീനയുടെ മണ്ണിൽ സഭയ്ക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 15-ാമത്തെ തിരുവാക്യം, ഞാൻ നിനക്ക് വേണ്ടി പ്രതിബന്ധങ്ങളെ തകർത്ത് സമുദ്രത്തിൽ വഴിവെട്ടി പെരുവെള്ളത്തിൽ പാതയൊരുക്കി ഞാൻ നിങ്ങളെ നയിക്കുന്ന ദൈവമാണ്. നമ്മളൊന്നും ഓർത്ത് അസ്വസ്ഥരാകരുത്. ഒന്നും നമുക്ക് അസാധ്യമല്ല. കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് കൂടെയുണ്ട്. പരാജയങ്ങളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, ദുഃഖ ദുരിതങ്ങളെ ഓർത്ത്, വിട്ടുമാറാത്ത രോഗങ്ങളെ ഓർത്ത് നിങ്ങൾ ആരും അസ്വസ്ഥരാകരുത്. കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഹൃദയനുറക്കത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ കാക്കുന്നവരായി മാറുക. കർത്താവിൻ്റെ നാമത്തെ ഈ തലമുറയിൽ ഉയർത്തുവാനുള്ള തീഷ്ണതയും വ്യഗ്രതയും നമുക്കുണ്ടാകണം. അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. അടഞ്ഞ വാതിലുകൾ, അടഞ്ഞുപോയ വഴികൾ തുറക്കുന്ന കർത്താവ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12:10 ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ എന്താ തിരുവെഴുത്ത് പറയുന്നത്? അവർ നഗര കവാടത്തിലെത്തിയപ്പോൾ ആരാണ് അവര്? അപ്പോസ്തലനായ പത്രോസും കർത്താവിൻ്റെ ദൂതനുമാണ്. അവർക്ക് മുൻപിൽ ഇരുമ്പ് കവാടങ്ങൾ തുറക്കപ്പെട്ടു. ഇരുമ്പ് കവാട, സിറ്റി ഗേറ്റ്, അത്
പത്രോസിന്റെ മുൻപിൽ തുറക്കപ്പെടുകയാണ്. ആരും പോയി തുറന്നതല്ല, സർവശക്തനായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ആ ഇരുമ്പ് കവാടത്തെ തുറന്നു. നമ്മൾ വചനത്തിൽ കണ്ടില്ലേ, ഞാൻ നിനക്ക് വേണ്ടി പിച്ചള വാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിച്ചു കളയും. ഈ വചനം ലിറ്ററലി കർത്താവ് അവിടെ പൂർത്തീകരിക്കുകയാണ്. കർത്താവ് ഇന്ന് നൽകിയ ഈ ആലോചന എൻ്റെ സഹോദര സഹോദരി നിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് എൻ്റെ ആശങ്കകളും ഭയങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് നീ പ്രാർത്ഥിക്കുക. ഉയരത്തിലെ ശക്തിയായി അത്ഭുത കൃപയായി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിറഞ്ഞൊഴുകുന്ന സമയം. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ വരികൾ ഒരിക്കൽ കൂടെ പാടിയേ, ഉണർവോടെ പാടിക്കേ. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവൻ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. ആ വരികൾ ഒരുമിച്ച് ചേർന്ന് പാടാം. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. വരിക വരിക പരിശുദ്ധാത്മാവേ, പാപക്കെട്ടുകളെ ശാപനുഖങ്ങൾ ഒടിച്ചു കളയണമേ, അടഞ്ഞ വാതിലുകൾ തുറക്കണമേ. റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ. കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രത്യാശയോടെ ആനന്ദത്തോടെ നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥനെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവം. നമ്മൾ വിഷമിപ്പിക്കുന്ന നിരവധിയായ ഭാരങ്ങള്, നമ്മുടെ ജീവിതത്തിന്റെ ക്ലേശങ്ങള്, നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടതകള് എല്ലാം പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമം വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശു നാമ ശക്തി പരിശുദ്ധാത്മാവ് 10,000ങ്ങളിലേക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇരുകരങ്ങളും ദിവ്യകാരുണ്യത്തിൽ ഉയർത്തിപ്പിടിച്ച് നമ്മെ വിശുദ്ധീകരിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മളെ അഭിഷേകം ചെയ്യുന്ന, നമ്മുടെ മുൻപിൽ അടഞ്ഞ വാതിലുകളെ വഴികളെ തുറക്കുന്ന കർത്താവിന്റെ അത്ഭുത ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ ഒരു കുടുംബമായി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരിക്കണമേ ആത്മാവാ, അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, തലമുറകളെ ഈശോയെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് പ്രവർത്തിച്ചതിനായി, അങ്ങ് ഇടപെട്ടതിനായി, അങ്ങ് സുഖപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത ആഴ്ച ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ